അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 4ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചു വന്നത് മുർഷിദ് എന്ന കുട്ടിയുടെ വീട്ടിൽ വെച്ച് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അതിൽ പങ്കെടുത്തു. പിന്നെ നമ്മൾ സമയങ്ങളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന് അറബിയിൽ എന്താണ് പറയുക എന്നും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്റർ ആണ്. പേജ് നമ്പർ 57. ഇസ്മുദ്ദർസ്, പാഠത്തിന്റെ പേരെന്താണ്? യാ ഉസ്രതി, എന്റെ ഫാമിലി എന്നാണ് ചാപ്റ്ററിന്റെ നെയിം. ഇതൊരു പോയമാണ്. يا أسرتي في أسرتي ألقى الأمان ألقى المحبة والأمان ما لنا رمز الأتى في قلبي حنبع الوفا في أسرتي ألقى الأمان ألقى المحبة والأمان ما لنا رمز الأتى في قلبي حنبع الوفا بابا تفاني في الأمل أحلامه تحب الأمل أختي هدى فنانة لوحاتها فتانة بابا تفاني في الأمل أحلامه تحب الأمل أختي هدى فنانة لوحاتها فتانة وأخي يحب المدرسة أنحى يقول المؤنسة جدي نراه في الصبا يسقي لنا زهر الأكاخ وأخي يحب المدرسة أنحى يقول المؤنسة جدي نراه في الصبا يسقي لنا زهر الأكاخ وحكاية من جدتي عن صبرها في شدتي يا أسرتي أنت المنى يا رب احفظها لنا وحكاية من جدتي عن صبرها في شدتي يا أسرتي أنت المنى يا رب احفظها لنا. നമുക്കിതിന്റെ അർത്ഥം നോക്കാം. ഫി ഉസ്രതി, എന്റെ ഫാമിലിയില്, അൽക, ഞാൻ കണ്ടെത്തുന്നുണ്ട്, അൽ അമാന, സുരക്ഷിതത്വം. എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കുന്നു. അൽക്കൽ മഹബ്ബത വൽ അമാൻ, അൽക കണ്ടെത്തുന്നു, ലഭിക്കുന്നുണ്ട്, അൽ മഹബ്ബത സ്നേഹവും, വൽ അമാന നിർഭയത്വവും സുരക്ഷിതത്വവും ഒക്കെ എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. മാമാലന റംസുൽ അതാഇ, മാമ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്നാണ് അർത്ഥം. മാമാലന ഉമ്മ, ലന ഞങ്ങൾക്ക്, റംസുൻ പ്രതീകമാണ്, സിംബലാണ്, അൽ അത്വാഇ ദാനധർമ്മത്തിന്റെ, ദാനം നൽകലിന്റെ പ്രതീകമാണുമ്മ. ഉമ്മ ധാരാളമായിട്ട് ദാനം നൽകും. ഫി ഖൽബിഹ, ഉമ്മയുടെ ഹൃദയത്തിലുണ്ട്, നബ്ഉ നീരുറവ, അൽ വഫാഇ വിശ്വസ്തതയുടെ നീരുറവയുണ്ട്. വിശ്വസ്തതയുടെ നീരുറവയാണ് ഉമ്മയുടെ ഹൃദയം. ബാബാ, ഉപ്പയെ പറയുകയാണ്. ബാബാ എന്ന് പറഞ്ഞാൽ ഉപ്പ, ഉപ്പ എന്ന് പറഞ്ഞാൽ അത്തഫാനി സമർപ്പണമാണ്. ഫിൽ അമലി, ജോലിയില്, ഉപ്പ ജോലിയിൽ വളരെ ആത്മാർത്ഥതയുള്ളവനാണ്. അഹ്ലാമുഹു, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ, തഹുബു അത് അടിച്ചു വീശുന്നു, അൽ അമൽ പ്രതീക്ഷയായിട്ട്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഉഖ്തി, എന്റെ സഹോദരി, ഹുദ അവള് ഫന്നാനത്തുൻ ഒരു കലാകാരിയാണ്, ലൗഹാത്തുഹ അവളുടെ ഫലകങ്ങള്, ഫത്താനത്തുൻ അതിമനോഹരമാണ്, അവൾ നന്നായിട്ട് വരക്കും. വ അഹി എന്റെ ബ്രദർ സഹോദരൻ, എന്റെ സഹോദരനെ, യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു, അൽ മദ്രസ സ്കൂള് അവൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അൻഹായ കൂലു അതിനെ കുറിച്ച് അവൻ
യഖൂലു പറയാറുള്ളത്, അത് അൽ മുഅ്നിസ വളരെ ഇണക്കമുള്ളതാണ്, നല്ല ഇഷ്ടം തോന്നുന്നതാണ് സ്കൂള് എന്നാണ് അവൻ പറയാറുള്ളത്. ജദ്ദി എന്റെ വല്ലിപ്പ, ഗ്രാൻഡ് ഫാദർ, നറാഹു ഞങ്ങൾ അദ്ദേഹത്തെ കാണാറുള്ളത്, ഫിസ്വബാഹി രാവിലെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാറുള്ളത്, യസ്കി അദ്ദേഹം നനക്കുന്നതായിട്ടാണ്, ലനാ ഞങ്ങൾക്ക് വേണ്ടി, സഹ്റൽ അക്കാഹി സഹ്ർ പുഷ്പം, അക്കാഹ് ഒരിനം പൂവിന്റെ പേരാണ് അക്കാഹ്. ഹിക്കായത്തുൻ ചെറുകഥ പറയാനുണ്ട്, മിൻ ജദ്ദത്തി എന്റെ വല്ലിമ്മയെ കുറിച്ചും കഥ പറയാനുണ്ട്, അൻസൊബിരിഹ അവരുടെ ക്ഷമയെ കുറിച്ച്, ഫിഷിദ്ദത്തി പ്രതിസന്ധി ഘട്ടത്തില് പ്രയാസഘട്ടത്തില് വല്ലിമ്മ കൈക്കൊള്ളുന്ന ക്ഷമയെ കുറിച്ചും പറയാനുണ്ട്. യാ ഉസ്രത്തി എന്റെ ഫാമിലി, അൻതിൽ മുന നീ ഞങ്ങൾക്ക് മുന പ്രതീക്ഷയാണ്, യാ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹ്ഫൽഹ നീ അതിനെ സംരക്ഷിക്കണമേ, ലനാ ഞങ്ങൾക്ക് വേണ്ടി. ഈ പോയം എഴുതിയത് അസ്അദുദ്ദൈരിയാണ് ഈ പോയം എഴുതിയത്. പേജ് നമ്പർ 58 എന്താണെന്ന് നോക്കാം. നഹ്താറു നമുക്ക് തെരഞ്ഞെടുക്കാം, അസ്സത്ര വരിയെ, അൽ മുനാസിബ യോജിച്ച വരിയെ തെരഞ്ഞെടുക്കാം, ലിസൂറത്തി ചിത്രത്തിനോട്, മിനൽ മൻലൂമി പോയത്തിൽ നിന്നും. ഇവിടെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവക്കനുയോജ്യമായ വരി കവിതയിൽ ഏതാണോ അതവിടെ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് പിക്ചറിൽ അൽ ജദ്ദത്തു വല്ലിമ്മയുടെ പിക്ചർ കാണാം. രണ്ടാമത്തെ പിക്ചറിൽ അൽ അബു ഉപ്പയെ കാണാം. മൂന്നാമത്തെ പിക്ചറിൽ അൽ ഉമ്മു ഉമ്മയെയും കാണാം. ഫസ്റ്റ് പിക്ചറിൽ അൽ ജദ്ദത്തു വല്ലിമ്മയെയാണ് കാണുന്നത്. വല്ലിമ്മയെ കുറിച്ച് പറയുന്ന കവിതയിലെ വരി ഏതാണോ അതവിടെ ചേർത്ത് കൊടുക്കണം. ഏതാണ് ആ വരി നോക്കൂ. വഹികായത്തും മിൻ ജദ്ദത്തി എന്റെ വല്ലിമ്മയെ കുറിച്ചും കഥയുണ്ട്. അൻസബിരിഹ ഫിഷിദ്ദത്തി കാഠിന്യത്തിൽ വല്ലിമ്മ കൈക്കൊള്ളുന്ന ക്ഷമയെ കുറിച്ചും പറയാനുണ്ട് എന്ന വരിയാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പിക്ചറിൽ അൽ അബു ഉപ്പയെയാണ് കാണുന്നത്. ഉപ്പക്ക് യോജിച്ച വരി ഏതാണ്? ഉപ്പയെ കുറിച്ച് പറയുന്ന ലൈൻ ഏതാണ് കവിതയിൽ നോക്കൂ. ബാബ അത്തഫാനി ഫിൽ അമൽ ഉപ്പ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലിയിലെ സമർപ്പണമാണ്, ആത്മാർത്ഥതയുള്ളവനാണ്. അഹ്ലാമുഹു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ, തഹബുൽ അമലി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. ആ വരികളാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് അൽ ഉമ്മു ഉമ്മയെ കുറിച്ച് വരുന്ന കവിതയിലെ വരി ഏതാണോ അതവിടെ എഴുതണം. മാമാലന റംസുൽ അത ഉമ്മ എന്ന് പറഞ്ഞാൽ ദാനം നൽകലിന്റെ പ്രതീകമാണ്. വളരെ നന്നായിട്ട് മറ്റുള്ളവർക്ക് ദാനം നൽകുന്നവളാണ് ഉമ്മ. ഫി കൽബിഹ അവരുടെ ഹൃദയത്തിൽ ഉണ്ട്. നബഉൽ വഫാഇ ഉമ്മയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് വിശ്വസ്തതയുടെ നീരുറവയാണ്. ആ ലൈനാണ് അവിടെ എഴുതേണ്ടത്. പേജ് നമ്പർ 59 എന്താണെന്ന് നോക്കാം. നുമാരിസു നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, പരിശീലിക്കാം. അൽ ഖത്ത എഴുത്ത് പരിശീലിക്കാം. ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അൽ ഫതൂറു ബ്രേക്ക്ഫാസ്റ്റ് ഫിസ്സഅത്തി സാമിനത്തി സ്വബാഹൻ. അസ്സാഅത്തുസാമിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണി, സ്വബാഹൻ രാവിലെ 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഈ സെന്റൻസ് താഴെ നിന്ന് മുകളിലോട്ട് 7 ലൈനുകളിലായിട്ട് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെ ലെറ്റേഴ്സുകൾ ഹർഫുകൾ മുകളിൽ വന്നിരിക്കുന്നുവോ അത് മുകളിലായിട്ടും താഴെ ഏതൊക്കെ ഹർഫുകൾ വരുന്നുവോ അതൊക്കെ താഴെയുമായിട്ട് അതേപോലെ നിങ്ങൾ എഴുതി പരിശീലിക്കുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററും അവസാനിച്ചു. ഇന്ന് നമ്മൾ പഠിച്ചത് യാ ഉസ്രത്തി എന്ന ചാപ്റ്ററിലെ കവിതയാണ് പഠിച്ചത്. നിങ്ങള് അതിലെ അറിയാത്ത വേർഡുകളുടെ അർത്ഥങ്ങള് അർത്ഥസഹിതം എഴുതി പഠിക്കണം.
കവിത പല ട്യൂണുകളിലായി പാടി നോക്കുക. അതുപോലെ കവിത തന്നിട്ട് ചിത്രങ്ങൾ കാണിച്ചിട്ട് അതുമായിട്ട് കവിതയിൽ ഏത് ലൈനാണോ വരുന്നത് എന്ന് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വരും. അതും പ്രത്യേകം പഠിക്കുക. നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ കൊടുത്തിട്ടുള്ള ഭാഗം നിങ്ങൾ പ്രത്യേകം എഴുതി പഠിക്കണം. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.